അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് പഠിക്കേണ്ട 10 കാര്യങ്ങളിൽ ആദ്യത്തേത് എന്തെന്നുള്ളത്. ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത ആളാണ്. എന്തിനാ കൊടുത്തത്? കർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത ആളാണ്. വാസുദേവന് അവനിൽ തന്നെ വിശ്വാസമുണ്ടായിരുന്നു. വാസുദേവനിൽ തന്നെ വിശ്വാസമുണ്ട്. ഇന്ന് ഇരിക്കുന്ന നമുക്ക് തന്നെ എന്തില്ല? വിശ്വാസമില്ല. ഇല്ലേ? ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മളെന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോകും. നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇല്ലേ? മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി ഓരോന്ന് ചെയ്യേണ്ടി വരിക. ലോകാപവാദത്തെ പേടിച്ചിട്ടാണ്. രത്നസിംഹാസനത്തിൽ അമരുന്ന വൈകുണ്ഠനാഥൻ, ഇല്ലേ ഇങ്ങനെ പറഞ്ഞത്? രത്നസിംഹാസനത്തിൽ ശ്രീദേവി ഭൂദേവി സമേതനായി ബ്രഹ്മാണ്ടം വാഴുന്ന പുന്നതമ്പുരാനാകുന്ന ഭഗവാൻ, ആ ഭഗവാൻ പോലും വിമർശനത്തിന് അതീതനല്ല ഒരിക്കലും. ഇല്ലേ? വിമർശനത്തിന് അതീതനാണോ? ഒരിക്കലും. ഭഗവാനായാലും വിമർശനത്തിന് പാത്രം തന്നെയാണ്. പക്ഷേ ആ വിമർശനം ഉണ്ടാകുമ്പോഴും ഭഗവാൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഭഗവാൻ ചിന്തിച്ചതും ഭഗവാൻ പ്രവർത്തിച്ചതിലും ഭഗവാൻ ഉറച്ചു നിന്നു എന്നുള്ളതാണ്. പറയണേ മനസ്സിലായോ? എന്താ പറഞ്ഞേ? ഭഗവാൻ ചിന്തിച്ചതിലും ഭഗവാൻ പ്രവർത്തിച്ചതിലും ഭഗവാൻ എന്ത് ചെയ്തു? ഉറച്ചു നിന്നു. സാഹചര്യങ്ങളിലും അനുസരിച്ച്, അല്ലെങ്കിൽ സ്വാർത്ഥതയ്ക്കനുസരിച്ച് അവനവൻ്റെ തീരുമാനങ്ങളെ മാറ്റിക്കൊണ്ടിരുന്നില്ല. അവൻ തീരുമാനിച്ചു മഹാഭാരതം നടത്തണമെന്ന് തന്നെ തീരുമാനിച്ചു. അത് കാലത്തിൻ്റെ ആവശ്യമാണ്, അത് ജീവന്റെ ആവശ്യമാണ്, വരുന്ന തലമുറയുടെ ആവശ്യമാണ് ഇത് മഹാഭാരതം നടക്കുക എന്നുള്ളത്. വാസുദേവൻ തന്നെയല്ലേ മഹാഭാരതം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്? വേറെ ആരാ ഉള്ളത്? ആരുമില്ല. വാസുദേവനോട് 5 വീട് പോലും കൊടുക്കത്തില്ല, സൂചി പോലും കുത്താൻ ഇടം കൊടുക്കത്തില്ലെന്ന് ഉടയമനായ വാസുദേവനോട് പറഞ്ഞപ്പോ വാസുദേവൻ പറഞ്ഞു, ഇതെല്ലാം എൻ്റെയാണ്, ഇല്ലേ? എന്നിട്ട് നീ എന്നോടാ എന്ത് പറയുന്നത്? സൂചി കുത്താൻ പോലും നിനക്ക് ഇടം തരില്ല എന്നുള്ളത്. പണ്ടൊരിക്കല് ഒരു ചെറിയൊരു തമാശ ഒരു സ്വാമികൾ പറഞ്ഞു. എന്താണെന്നറിയാമോ? ആളിങ്ങനെ ഗുരുവായൂരപ്പനെ ഇങ്ങനെ വന്ന് തൊഴുതുകൊണ്ടിരിക്കുക. കാലത്ത് ഒരു മോഷണം നടന്നു അത്രേ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ. അപ്പോൾ ഈ സ്വാമി എങ്ങനെ എവിടെ ഇരുന്ന് നാരായണ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന ഒരാൾ പറഞ്ഞു അത്രേ, എൻ്റെ ഭഗവാനെ, നീ സർവശക്തനായി അവിടെ ഇരുന്നിട്ട് നിന്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ടൊരു കള്ളം പോയിട്ട് നിനക്ക് എന്താ കൃഷ്ണ ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചു. ആരോട്? ഭഗവാനോട് ചോദിച്ചു. ഇത് കേട്ടുകൊണ്ട് ആ സ്വാമി എന്തായാലും മറുപടി പറഞ്ഞെന്നറിയാവോ? സ്വാമിയോട് ചോദിച്ചു. സ്വാമി പറഞ്ഞു, ഞാൻ നാളെ രാവിലെ ഇതിന് മറുപടി തരാം. അതെന്താന്ന് ചോദിച്ചു. ഞാൻ രാത്രി കൃഷ്ണനോട് ചോദിക്കട്ടെ, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞു. രാത്രി ഇയാൾ ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരുന്ന് വാസുദേവൻ വന്നു. വാസുദേവനോട് ചോദിച്ചു, വാസുദേവ, ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി, എന്താ ഭഗവാനെ ചെയ്യുക? കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഏതൊക്കെയോ കള്ളന്മാര് എവിടുന്നൊക്കെ കട്ടുകൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെക്കും, അത് ഏതൊക്കെയോ കുറെ കള്ളന്മാര് കട്ടുകൊണ്ട് അവനും പോകും. ഈ കള്ളന്മാർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം എൻ്റെയാണെന്നുള്ളത്. അവൻ ഇത് എവിടെ കൊണ്ട് പാത്ത് വെച്ചാലും ഇത് ആരുടെ ആയിരിക്കും? എൻ്റെ മാത്രമായിരിക്കും. അതുകൊണ്ട് എനിക്കിതിലൊരു സങ്കടങ്ങളുമില്ല, സങ്കോചങ്ങളുമല്ല. പിന്നെ വേറൊരു വിഷയം കൂടെ ഉണ്ട്. സ്വാമി താടിക്ക് കൈ കൊടുത്തിട്ട് ചോദിച്ചു, അതെന്താ ഭഗവാനെ? അതെ, ഈ കൊണ്ടുവെക്കുന്ന സാധനങ്ങളൊന്നും തന്നെ എൻ്റേതല്ല. ഒന്നാമത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മറത്ത് കത്തിച്ചു വെക്കുന്ന വിളക്കെ പോലും കിഴക്കേ വീട്ടിലെ ലീലാമണി അമ്മയും ലീലാമണിയുടെ മക്കളുടെ പേരും അതേ കിടക്കുന്ന, എൻ്റെ പേര് അതിലൊന്നുമില്ല, ഇല്ലേ? ലീലാമണിക്ക് വേണ്ടിയിട്ടാണ് ലീലാമണി എന്ത് ചെയ്തത്? ഇതുകൊണ്ടൊന്ന് അവിടെ വെച്ചത്, അല്ല എനിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്. കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാവണം? ഭഗവാന് വേണ്ടിയിട്ടാവണം. നമ്മൾ ക്ഷേത്രത്തിൽ വരണം, ആരാധനകൾ നടത്തണം. അതേപോലെ പ്രാധാന്യമാണ് ഇത് നമ്മുടെ കർമ്മങ്ങളിൽ വ്യാപൃതമാവുക എന്നുള്ളത്. കർമ്മം ഈശ്വരനാണ്. ആ കർമ്മം ഉള്ളത് കൊണ്ടാണ് എന്ത് കഴിക്കുന്നത്? ആഹാരം കഴിക്കുന്നത്. അപ്പം ചെയ്യുന്ന കർമ്മത്തിനോട് പ്രാധാന്യമുണ്ടാവണം. ചെയ്യുന്ന കർമ്മത്തിനെ ഒരിക്കലും താഴ്ത്തി കാണരുത്. ലോകത്ത് ഒരു കർമ്മവും താഴെയായിട്ടില്ല. ഭഗവാൻ കൃഷ്ണൻ പാദം കഴുകി കൊടുത്തിട്ടില്ലേ? എത്ര പേർക്ക് പാദം കഴുകി കൊടുത്തിട്ടുള്ളവനാ വാസുദേവൻ?
അതുകൊണ്ട് ആ പാദം കഴുകി കൊടുത്തവനാണെന്ന് പറഞ്ഞ് വാസുദേവനെ ഉൾക്കൊള്ളാണ്ടിരുന്നോ ലോകം? ഇല്ലേ? ഉൾക്കൊള്ളാണ്ടിരുന്നോ? ഒരിക്കലും ഉൾക്കൊണ്ടാണ്ടിരുന്നിട്ടില്ല. വാസുദേവൻ അവിടെയാണ് വ്യത്യസ്തനായത്. എല്ലാ ദേവന്മാരിലും എന്തുകൊണ്ട് കൃഷ്ണൻ മാറ്റപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ കാരണം.